ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിനാൻസ് കുക്കിംഗ് വേൾഡ്. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന 2 പുഡിംഗ് റെസിപ്പീസാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണുക. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് മിൽക്ക് പുഡിംഗ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കി നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിൽ 500 ml പാലെടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1/4 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ചൈന ഗ്രാസ് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഞാനിവിടെ 8 ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് സോക്ക് ചെയ്യണത് കാണിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ്. അപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. പാൽ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചൈന ഗ്രാസ് നമുക്ക് പാലിൻ്റെ മിക്സിലോട്ട് ഒഴിച്ചു കൊടുത്ത് കൈ എടുക്കാണ്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി പുഡിംഗ് ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ട്രേയിലാക്കിയിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് 2 മണിക്കൂർ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് സെറ്റായി വന്ന സമയത്ത് ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് ബദാം കട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ പുഡിംഗ് ഇവിടെ പുറത്തെടുത്തിട്ടുണ്ട്. നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ബദാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നട്ട്സ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പുഡിംഗ് നോക്കിയാലോ. അപ്പോൾ എനിക്ക് അധികം വിളയാത്തൊരു തേങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമ്മൾ കോക്കനട്ട് പുഡിംഗാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ആ തേങ്ങ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് 1/4 കപ്പ് പഞ്ചസാരയും 1 കപ്പ് തേങ്ങാവെള്ളം 1 കപ്പ് നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്ത് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മൾ ഈ അടിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ചൈന ഗ്രാസ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ തിളപ്പിച്ചെടുക്കാം. 8 ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചൈന ഗ്രാസും കോക്കനട്ട് മിക്സും ഒരുപോലെ തിളച്ച് വരുന്ന സമയത്ത് ചൈന ഗ്രാസ് നമുക്ക് കോക്കനട്ട് മിക്സിലോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതൊരു പുഡിംഗ് ട്രേയിലോട്ട് ഒഴിച്ച് 2 മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് റെഡിയാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിലും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.